ക്വിസ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നടത്തുന്ന ബഷീർ ദിന ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. രണ്ടാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ഫെബ്രുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. മൂന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. നാലാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ? ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. അഞ്ചാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ആറാമത്തെ ചോദ്യം, ബഷീർ അന്തരിച്ച വർഷം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണ്, കൂട്ടുകാർ പഠിച്ചു വെക്കുക. ഉത്തരം 1994 ജൂലൈ 5. ഏഴാമത്തെ ചോദ്യം, ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനമാണ് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ. എട്ടാമത്തെ ചോദ്യം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ ആണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഗാന്ധിജിയെ കാണാനാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാമത്തെ ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാലകാലസഖി. 10ാമത്തെ ചോദ്യം, മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. 11ാമത്തെ ചോദ്യം, ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനത്തിലാണ് ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. 12ാമത്തെ ചോദ്യം, നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? ഉത്തരം മതിലുകൾ.
13ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഏത് കൃതിയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന പാത്തുമ്മയുടെ ആടാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ള കൃതി. 14ാമത്തെ ചോദ്യം, ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ രചിച്ച നോവൽ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. 15ാമത്തെ ചോദ്യം, വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു. ഇത് വീഡിയോയിലെ അവസാനത്തെ ചോദ്യമായിരുന്നു.